വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഫയോൾ എന്നുള്ളത് നമ്മൾ എൻട്രി ഫയോളിനെ ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്നതാണ് ആക്ച്വലി ഫയോൾസ് പ്രിൻസിപ്പിൾസ് കേട്ടോ. അപ്പോൾ ഈ ഫയോൾസ് പ്രിൻസിപ്പിൾസിലൂടെ പ്രധാനമായിട്ടും നമുക്ക് 14 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഈ 14 പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. യൂണിവേഴ്സലി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നോട്ട് ഓൺലി ഇൻ ദ ബിസിനസ് ഫീൽഡിൽ മാത്രമല്ല ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, എല്ലാ ഫീൽഡിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആൻഡ് എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ള ഒന്നുകൂടെയാണ് എന്ത് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു 14 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ആ 14 പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഓരോ പ്രിൻസിപ്പിൾസും എന്താണെന്ന് എടുത്ത് ചോദിക്കാം. മേ ബി ചോദിക്കാം വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്, വാട്ട് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻസ്. ഇങ്ങനെ പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്തുണ്ടായിരിക്കും, വർക്ക്സ് ഉണ്ടായിരിക്കും അല്ലേ? ഇതെല്ലാം ഇപ്പം നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ സിമ്പിൾസിൽ. അതെല്ലാം ഓരോരോ വർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളും ആ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഓരോ വർക്കും ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളും ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ ആരാണോ അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വർക്ക്സ് നൽകിയിട്ടുണ്ട്. ആ വർക്ക്സ് നമ്മൾ എങ്ങനെയാണ് ഇനി അസൈൻ ചെയ്യാമെന്ന് നോക്കിക്കോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള വർക്ക് നമ്മളപ്പോൾ ആർക്ക് അസൈൻ ചെയ്യും, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആർക്കാ അവർക്ക് നമ്മൾ കൊടുക്കും. ഇനി ഇത് ട്രയാങ്കിളാണ്, ഇത് ആർക്ക് അസൈൻ ചെയ്യും, ഇവർക്ക് അസൈൻ ചെയ്യും. ഇത് ഇവർക്ക് അസൈൻ ചെയ്യും ആൻഡ് ഇത് ഇവർക്ക് അസൈൻ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആർട്സ് നടക്കുകയാണ് നമ്മുടെ കോളേജിൽ എന്നുണ്ടെങ്കിൽ അതിൽ പാട്ട് പാടാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കാണ് നമ്മൾ ആ പാട്ട് പാടാനുള്ള ഒരു ടാസ്ക് നമ്മൾ കൊടുക്കുക നമ്മുടെ ക്ലാസ്സിലുള്ള സിംഗേഴ്സിനാണ് അല്ലേ? അങ്ങനെ ഡാൻസിൻ്റെ ഫീൽഡിൽ വേറെ ആളുകളുണ്ടാവും, അവർക്ക് ആ ഒരു ഫീൽഡിലുള്ളതും നമ്മൾ കൊടുക്കും അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അങ്ങനെയാണ് നമ്മളവിടെ വർക്ക് അസൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഓരോരുത്തർക്കും ആ ഒരു ഫീൽഡിൽ അവർക്ക് എഫിഷ്യൻറ്റ് സ്കില്ല് നോളജ് ഉള്ളത് കാരണം അവർക്ക് ആ ഒരു ഫീൽഡിൽ അവരുടെ എല്ലാ സ്കില്ലും എടുത്തിട്ട് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഫയോളിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് വർക്കിലൂടെ പറയുന്നത്. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയും അധികാരവും ഉത്തരവാദിത്വവും. എന്താണ് അധികാരം ആൻഡ് ഉത്തരവാദിത്വം കേട്ടോ. അപ്പോൾ ഓർഗനൈസേഷനിൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ടു ഗിവ് ഓർഡേഴ്സ് ടു ദ സബോർഡിനേറ്റ്. അതായത് ഇത് നമ്മുടെ ഓർഗനൈസേഷനിലെ സുപ്പീരിയറിൻ്റെ ഒരു റൈറ്റാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഈ അതോറിറ്റി എന്നുള്ളത് അല്ലേ? അവർക്ക് എന്ത് ചെയ്യാണ്, ഓർഡർ കൊടുക്കാനുള്ള, അതായത് തങ്ങളുടെ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലേ? അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ടാസ്ക് അസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാനുള്ള ഒരു റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ലിഗേഷനാണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ചുമതലയാണ്, അത് നടത്തണം എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. സോ അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ആരുടെ ഒബ്ലിഗേഷനാണ്, സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ് അല്ലേ? എന്താണോ സുപ്പീരിയർ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ്. അപ്പോൾ അതാണ്, അല്ലെങ്കിൽ ചുമതലയാണ് കേട്ടോ. അപ്പോൾ അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ഡിവിഷൻ ഓഫ് വർക്ക് എന്നും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള 2 പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനെ ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഓരോ പേഴ്സൺസിനും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് അസൈൻ ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുപ്പീരിയറിൻ്റെ റൈറ്റാണ്. എന്തിന്, ടു ഓർഡർ, ആർക്ക് ഓർഡർ കൊടുക്കുകയാണ്, ആർക്കാണ് ഇവിടെ ഓർഡർ കൊടുക്കുന്നത്, നമ്മുടെ സബോർഡിനേറ്റിനാണ് ഓർഡർ കൊടുക്കുക. ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒബ്ലിഗേഷനാണ്. ഒബ്ലിഗേഷനാണ് നമ്മുടെ സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ്. എന്ത് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു
ചുമതലയാണ്. അപ്പോൾ എന്താണ് ചുമതല വരുന്നത്? എന്താണോ തങ്ങളുടെ മേലധികാരി പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് മീൻസ് സുപ്പീരിയർ പറഞ്ഞിട്ടുള്ളത്, അതനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 പ്രിൻസിപ്പിൾ ഇനി നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നിടത്തോളം നിങ്ങളുടെ മൈൻഡിൽ ഇത് കയറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മറന്നു പോകില്ല. സോ അത് കാരണമാണ്. കാരണം ഇത് നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോന്ന് എടുത്ത് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്, ആൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഓരോന്ന് എടുത്ത് ചോദിക്കുന്ന സമയത്ത് മേ ബി 2 മാർക്ക് സെക്ഷനിൽ ആവാം നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്താണ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്താണ്, ഓരോ പ്രിൻസിപ്പിൾസ് എടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ ഫയോളുടെ 14 പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തുണ്ടായിരിക്കും, ആ ഓർഗനൈസേഷനായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു റൂൾസും റെഗുലേഷനും ഒക്കെ എന്ത് ചെയ്യണം, പാലിച്ചുകൊണ്ട് വേണം ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ. അങ്ങനെ മുന്നോട്ട് പോയാലേ എന്തിട്ടുള്ളൂ, ആ ഒരു ഓർഗനൈസേഷന് എന്താണോ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഒബ്ജക്റ്റീവ് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റി ഓഫ് കമാൻഡ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ റെഫർ ചെയ്താൽ കാണാം. ആക്ച്വലി നിങ്ങൾക്ക് ഇതിന് നിങ്ങളാണല്ലേ സ്റ്റാർട്ടിങ് നിങ്ങളാണ്. സോ പക്ഷേ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പേപ്പറിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അധികവും എടുത്ത് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. സോ നിങ്ങൾ അതൊക്കെ നോക്കുന്നത് വേണം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, ഓർഡേഴ്സ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അല്ലേ. നേരെ മറിച്ച് ഒരു സുപ്പീരിയറിന് പകരം ഒന്നിലധികം സുപ്പീരിയേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയീസിനൊരു കൺഫ്യൂഷൻ അവിടെ സൃഷ്ടിക്കുകയാണ് അല്ലേ. ഹൗ ടു മേക്ക്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവില്ല അല്ലേ. സോ അത് കാരണം യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് ഒരു എംപ്ലോയിക്ക് ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ കമാൻഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പറയുന്നതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. അപ്പോൾ യൂണിറ്റ് ഓഫ് കമാൻഡും യൂണിറ്റ് ഓഫ് ഡയറക്ഷനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് യൂണിറ്റ് ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരൊറ്റ ഒബ്ജക്റ്റീവേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓർഗനൈസേഷനിൽ ഒരൊറ്റ ഒബ്ജക്റ്റീവേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എപ്പോഴും ഇങ്ങനെ ഡേ ടു ഡേ ബേസിസിൽ ഒബ്ജക്റ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? പാടില്ല. കാരണം എന്താ, പെട്ടെന്ന് നമ്മൾ എന്താ ഓർഗനൈസേഷനിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്, അവിടെ നമുക്ക് ഇവർക്ക് എന്താണ് ആക്ച്വലി അവർ അക്കോംപ്ലിഷ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല അല്ലേ. സോ ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കുക, നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഒന്നിലധികം കൊടുക്കുന്ന സമയത്ത് അവർ മൾട്ടി ടാസ്ക് ആവുന്ന സമയത്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കുറയും അല്ലേ. അപ്പോൾ അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷനിലൂടെ പറയുന്നത്. സോ അത് കാരണം തന്നെ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ആ ഓർഗനൈസേഷനിലുള്ള ആ കോമൺ ഗോളില്ലേ, ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾസ് ആ ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷനും ഉറപ്പ് വരുത്തുന്നുണ്ട്. കോർഡിനേഷൻ ഉറപ്പ് വരുത്താനുള്ള കാരണം എന്താണ്, ഇവിടെ എല്ലാ എംപ്ലോയീസും ഒരൊറ്റ കാര്യത്തിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്തിനാ, ആ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇത് നമ്മൾ പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ 1 or 2 സബോർഡിനേറ്റ് മാത്രമല്ല അവിടെ ഉണ്ടായിരിക്കുക, ഒരുപാട് സബോർഡിനേറ്റ് അവിടെ ഉണ്ടായിരിക്കും അല്ലേ. സോ അവരെല്ലാം ഒരു ഓർഗനൈസേഷനിലോട്ട് വരുന്നത് ഡിഫറെൻറ്റ് എയിംസ് വെച്ചിട്ടായിരിക്കും. അവരുടെ എല്ലാ ഒബ്ജക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ എല്ലാം തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് അവർ ആ ഓർഗനൈസേഷനിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ, ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരെന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മുടെ ക്ലാസ്സിൻ്റെ കേസ് തന്നെ എടുക്കും മക്കളെ. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡിഫറെൻറ്റ് കുട്ടികളുണ്ടാവും അല്ലേ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ആ സ്റ്റുഡൻസിനെല്ലാം ഒരൊറ്റ എയിം വെച്ചിട്ടല്ലല്ലോ അവർ ആ കോളേജിലോട്ട് വരുന്നത്. ചിലർക്ക് അക്കൗണ്ടൻ്റ് ആവേണ്ടി വരും, ചിലർക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് പോകേണ്ടി വരും, ചിലവർക്കാണെങ്കിൽ ബിസിനസ് സ്വന്തമായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പലവർക്കും പലതായിട്ടുള്ള എയിം വെച്ചിട്ടായിരിക്കും അവർ കോളേജിലോട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് അവർക്കുള്ളൊരു പ്രോസസ്സ് ഇവിടെ പറയുന്നത് എന്താണ്, നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഇൻട്രസ്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം, ആ ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് മാറ്റണം അവിടെ ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുള്ള എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിനെ എല്ലാം ഓർഗനൈസേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ട് എന്താക്കും, എന്താണോ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് അതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ റെമ്യൂണറേഷൻ.
ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത് എംപ്ലോയീസിന് അവർ ചെയ്യുന്ന അവരുടെ സർവീസിന് അവർക്ക് കിട്ടുന്ന ഗെയിനാണ് ആക്ച്വലി എന്താ പറയുക റെമ്യൂണറേഷൻ എന്ന് പറയാം. സാലറി, വേജസ് ഇതുപോലെയൊക്കെ അവർക്ക് കിട്ടുന്നത്. ഇത് മേ ബി ഫൈനാൻഷ്യൽ ആവാം അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടും അവർക്ക് കിട്ടും. അപ്പോൾ ഒരു എംപ്ലോയിക്ക് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഫെയർ ആയിട്ടുള്ള ഒന്നായിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ എംപ്ലോയീസിനെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് എംപ്ലോയീസിന് ജസ്റ്റ് തുച്ഛമായിട്ടുള്ള ഒരു സാലറിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. ആൻഡ് ആൾസോ അവർക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ആ ഒരു ഓർഗനൈസേഷനിലോട്ട് വരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലേ. സോ അത് കാരണം തന്നെ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നത് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുകയും അവർ ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള വേതനം തന്നെ, ദാറ്റ് മീൻസ് സാലറി തന്നെ അവർക്ക് കൊടുക്കും വേണം എന്നുള്ളതാണ് റെമ്യൂണറേഷനിലൂടെ പറയുന്നത്. ഇനിയിപ്പോൾ അവരെ കൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് കൊടുക്കണം. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ ബോണസ് ഇത്തരത്തിലൊക്കെ സാലറീൻ്റെ പുറമെ അഡീഷനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലുള്ള ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ വെസ്റ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷന് സെൻട്രലൈസേഷൻ ആണ് എന്ന് പറയും. ബിക്കോസ് എന്താ, കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണമാണ് നമ്മൾ പറയും. കാരണം അവിടെ ആ ടോപ്പ് ലെവലിനാണ്, അവിടെ ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ അവർക്കാണുള്ളത് അല്ലേ. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള പങ്കോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ടോപ്പ് ലെവൽ മാനേജേഴ്സ് അവിടെ ഡിസിഷൻ കണ്ടെടുക്കും ആൻഡ് അവർ അതിനനുസരിച്ചിട്ട് അവിടെ എംപ്ലോയീസ് അതിനനുസരിച്ചിട്ട് തലയാട്ടി പ്രവർത്തിക്കാമെന്ന് മാത്രം. ബട്ട് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ കൂടെ ആരെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, എംപ്ലോയീസിനെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം ഇതെന്താണ്, ഡീസെൻട്രലൈസേഷൻ ആണ് ആ ഓർഗനൈസേഷനിൽ എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവിടെ വളരെ കൂടുതലായിരിക്കും. ബിക്കോസ് എംപ്ലോയീസിനൊരു തോന്നൽ വരും, അവരും ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ഫീല് അവർക്ക് വരും. സോ ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും, ചില ഓർഗനൈസേഷനിൽ നമ്മൾ സെൻട്രലൈസേഷൻ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്, എന്നാൽ ചില ഓർഗനൈസേഷനിൽ നമ്മൾ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും ചൂസ് ചെയ്യാം. സെൻട്രലൈസേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് എല്ലാം ഭയങ്കര ലേസിയാണ്, ദറ്റ് മീൻസ് മടിയന്മാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കർശനമായിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ അവരെന്ത് ചെയ്യുള്ളൂ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അവർക്ക് അതിനനുസരിച്ചുള്ള പണിഷ്മെൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. എന്നാലൊരു ഓർഗനൈസേഷനിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വലിയ സെൻട്രലൈസേഷൻ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അവരെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡീസെൻട്രലൈസേഷൻ അപ്ലൈ ചെയ്യും. ഇത് നെക്സ്റ്റാണ് സ്കോളർ ചെയിൻ. ഓക്കെ, നെക്സ്റ്റാണ് സ്കോളർ ചെയിൻ. സ്കോളർ ചെയിൻ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കൂട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പിൽ ആരുണ്ടാവും, മേലുദ്യോഗസ്ഥരുണ്ടാവും അല്ലേ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എല്ലാം ഓരോരോ ശൃംഖലകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ് അല്ലെങ്കിൽ ഒരു പാതയാണ് ആക്ച്വലി ഈ സ്കോളർ ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മളൊരു ബ്രോക്കൺ ചെയിൻ ആണെന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിലുള്ള എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പറയാം, ഈ ഒരു ലെവലിലുള്ള എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഒരുപാട് ബ്രോക്കൺ വരുന്നുണ്ട്. ദറ്റ് മീൻസ് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, പകരം ഇവിടുന്ന് എയിലോട്ട്, എന്നതാ ഇയിലോട്ട്, ഈന്നതാ എഫിലോട്ട്, എഫിന്നതാ ഈ താഴോട്ട്, ഇങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ പോവുക. അപ്പോൾ ഇവിടുന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ ഇവിടെ ബ്രോക്കൺ ആവുകയാണ്. ആക്ച്വലി ഇത് ഇങ്ങോട്ട് എത്താനുള്ളതാണെങ്കിൽ പോലും ഇവിടെ ബ്രോക്കൺ ആവുക, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുന്നു, ഇവിടെയും ബ്രോക്കൺ ആവണു, ഇവിടുന്ന് വരുന്നു, ഇവിടെ വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ഇത് ഇങ്ങോട്ടേക്ക് എത്തുന്നു അല്ലേ. അപ്പോൾ ഇത് താഴെയുള്ള ലെവലും ദറ്റ് മീൻസ് ടോപ്പ് ലെവലിനെയും ലോവർ ലെവലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ആക്ച്വലി ഈ സ്കോളർ ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഓർഡർ എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ നല്ലൊരു ഓർഡർ കീപ്പ് ചെയ്ത് കണ്ട് വേണം നമ്മൾ വെക്കാൻ. ഇനി ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ. അവിടെ എല്ലാത്തിനും ഒരു പ്ലേസ് വേണം, ആൻഡ് ആ പ്ലേസിൽ തന്നെ ആയിരിക്കണം എല്ലാതും എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. സോ ദറ്റ് മീൻസ് അവിടെ കറക്റ്റായിട്ടുള്ളൊരു ഓർഡർ വേണം എന്നുള്ളതാണ്. ദെൻ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ
എല്ലാവരെയും ഈക്വലായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഒരാൾക്ക് അവിടെ ബയാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷാപാതം കാട്ടൂലേ, ഒരാളോട് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഒരാളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇഫ് ദേ ആർ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെ ചിലവരെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക, ചിലവരെ അതിനു വേണ്ടി ക്രൂശിക്കുക. ഇത് ഒരു ഓർഗനൈസേഷനിൽ പാടില്ല. എല്ലാവരെയും ഈക്വലായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഒരു ഓർഗനൈസേഷനിൽ 2 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, എയും ഉണ്ട്, ഓക്കെ, ബിയും ഉണ്ട്. എയും ബിയും വർക്ക് ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള ജോബാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, എയും ബിയും വർക്ക് ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള ജോബാണ്. ബട്ട് എക്ക് ഇവിടെ സാലറി കൊടുക്കുന്നത് 1 lakh ആണെന്ന് കരുതുക. എക്ക് സാലറി കൊടുക്കുന്നത് 1 lakhും ആൻഡ് ബിക്ക് സാലറി കൊടുക്കുന്നത് 1,25,000 ആണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് എന്താ, രണ്ടാളും സിമിലർ ജോബാണ് ചെയ്യുന്നത്. പക്ഷേ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും സാലറി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇക്വിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? സോ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രവർത്തികളും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവരുത് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ട്യൂണർ ആൻഡ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഓഫ് ട്യൂണർ ആൻഡ് പേഴ്സണൽ എന്ന് പറയുന്നത്, സ്റ്റെബിലിറ്റി ഓഫ് ട്യൂണർ ഈസ് ഹൈലി എസെൻഷ്യൽ ടു ഗെറ്റ് മാക്സിമം കോൺട്രിബ്യൂഷൻ ഫ്രം വർക്കേഴ്സ്. ഒരു വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് ട്യൂണർ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത എന്നുള്ളതാണ്. അതായത് ഒരു എംപ്ലോയിനെ, ഇപ്പോൾ ഇന്നൊരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ആ എംപ്ലോയി നാളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് ആ എംപ്ലോയിനോട് പറയാം ഇന്ന് വർക്ക് ചെയ്യേണ്ടത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ദെൻ നെക്സ്റ്റ് ഡേ പറയാണ് ഇന്ന് വർക്ക് ചെയ്യേണ്ടത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ദെൻ നെക്സ്റ്റ് ഡേ പറയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് എഗെയിൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? ഫ്രീക്വൻ്റ് ആയിട്ട് വർക്കറിൻ്റെ ജോബ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, അല്ലേ? സോ എംപ്ലോയീസിന് ഒന്നും തന്നെ പഠിക്കാനും പറ്റുന്നില്ല. ഒരു ജോബിൽ അവർക്ക് ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റുന്നുമില്ല. എന്നാൽ ഡെയിലി അവരെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്, അല്ലേ? സോ ഇത് കാരണം എന്താണ്, ഒരു എംപ്ലോയിക്ക് ഒരു വർക്കിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അത് കാരണം തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ദെൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവരുടെ തിങ്കിങ് പ്രോസസ്സൊക്കെ നമ്മൾ പറയുന്ന പോലെ ഡിഫറെൻ്റ് ആയിരിക്കും. മേ ബി ഒരു മാനേജർ ഒരു കാര്യം ചിന്തിക്കുന്നതിലുപരി മേ ബി അതിൽ 1-2 ആളുകൾക്ക് അതിനേക്കാൾ നല്ലൊരു ഗുഡ് ഐഡിയ അവർക്ക് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അവരെ എന്ത് ചെയ്യണം, അവരുടെ ഐഡിയ എന്താണ് എന്നുള്ളത്, ആ ഗുഡ് ഐഡിയ എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഫ്രീഡം അവിടെ കൊടുക്കണം. ഓക്കെ, എങ്കിൽ എന്നാൽ നമുക്ക് ഓർഗനൈസേഷൻ അത് ബെനിഫിറ്റാണ്. സോ നമ്മൾ അവരെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എസ്പിരിറ്റ് ഡി കോർപ്സ്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ പറയുന്നത് നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, അല്ലേ? ഐക്യമത്യം മഹാബലം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതിനോട് ആസ്പദമാക്കിയിട്ടാണ് ആക്ച്വലി ഈ ഒരു പ്രിൻസിപ്പിൾസ് പറയുന്നത്. കാരണം ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാത്തിനെയും ഓർഗനൈസേഷനെ തന്നെ നമ്മളവിടെ ഒരു യൂണിറ്റ് ആക്കിയിട്ട് ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവരും, അല്ലേ? സോ ഒരു ഓർഗനൈസേഷനെ ഫുള്ള് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒന്നും തിരിക്കാതെ ഒരൊറ്റ യൂണിറ്റായിട്ട് ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അല്ലേ? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്, ഐസൊലേഷൻ ഈസ് വീക്ക്നെസ് എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് സ്ട്രെങ്ത് ആണ്. ഇനി ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ വീക്ക്നെസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിലൂടെ നമുക്ക് നോക്കാനുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഓടിച്ച് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് പറഞ്ഞു ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കിനെയും ആർക്കാണോ അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവരിലോട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കാനുള്ള സുപ്പീരിയറിൻ്റെ റൈറ്റും ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ലിഗേഷനാണ്, ആ ഓർഡർ അനുസരിക്കാനുള്ള ഒബ്ലിഗേഷനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ടായിരിക്കും, അത് നമ്മൾ പാലിക്കാനുള്ളതാണ്. അവരെന്തെങ്കിലും തരത്തിലുള്ള ഡിസൊബേ അവർ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് അനുസരണ ഇല്ലാത്തത് അവർ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അവർ പണിഷ്മെൻറ്റ് കൊടുക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ഒരൊറ്റ സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ.
ഒരു ഓർഗനൈസേഷന് ഒരൊറ്റ ഒബ്ജക്റ്റീവേ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ പറയണത് ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റിനെ ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പവർ ടോപ്പിൽ മാത്രമാണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രലൈസേഷൻ ആണെന്നും ആൻഡ് അത് എംപ്ലോയീസിലോട്ട് കൂടി അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡീസെൻട്രലൈസേഷൻ ആണെന്നും പറയാം. ദെൻ സ്കോളർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിനെയും ഈ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുക, സ്കോളർ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള പ്ലേസിൽ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എംപ്ലോയീസിന് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ എസ്പിരിറ്റ് ഡിക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത് ആൻഡ് ഐസൊലേഷൻ ഈസ് വീക്ക്നെസ് എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആക്ച്വലി ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓർഗനൈസേഷനെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും തമ്മിൽ അത്രത്തോളം ഒരുമയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഐസൊലേഷനിലാണ്, അല്ലെ വീക്ക്നെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ പ്രിൻസിപ്പിൾസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കമൻറ്റ് മീ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ.